സ്വാഭാവിക അഭിനയം കൊണ്ട് ജനശ്രദ്ധ നേടിയ അനുശ്രീ. ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്ത് തുടക്കം കുറിച്ച അനുശ്രീ ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശ്രദ്ധ നേടി. കോമഡിയും വൈകാരികതയും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന മിടുക്കി അനുശ്രീക്ക് കരിയറിൽ തുണയായി. നായികയും സഹനായികയുമായി നിരവധി സിനിമകൾ അനുശ്രീ അഭിനയിച്ചു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അനുശ്രീയെ കരിയറിൽ സജീവമായി കാണാറില്ല. മികച്ച സിനിമകളുമായുള്ള കാത്തിരിപ്പിലെയാണ് മൂന്നുകാരിയായ അനുശ്രീ ഇപ്പോഴും അവിവാഹിതയാണ്. വിവാഹത്തിന് വീട്ടുകാരുടെ നിർബന്ധമുണ്ടെന്നും തൻ്റെ സൗഹൃദവുമായി ഒത്തുപോകുന്ന ആളെ കണ്ടാൽ വിവാഹം ചെയ്യുമെന്നും അനുശ്രീ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുമ്പോൾ കല്യാണം കഴിച്ചാലോ എന്ന് തോന്നും, പക്ഷെ അഴിച്ചു കഴിഞ്ഞാൽ തീർന്നു. വിവാഹത്തെക്കുറിച്ച് സങ്കല്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ എന്തോ പേടി പോലെയുണ്ട്. എന്നെ ആർക്കും സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. ഇവിടെ ഇരിക്കുമ്പോൾ നാട്ടിൽ പോകുമെന്ന് പറയും, അവിടെ പോയാൽ ബോംബെയിൽ പോകുമെന്നും പറയും. ബോംബെയിൽ പോകുമ്പോൾ ബാംഗ്ലൂരിൽ പോയി വന്നാലോ അറിയും. തോന്നുമ്പോൾ പോകും. അമ്മ വിളിക്കുമ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് എറണാകുളത്തായിരിക്കും. രാവിലെ എണീക്കുമ്പോൾ ഞാൻ മൂന്നാറിലായിരിക്കും. ഇതാര് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദ്യമാണ്. എൻ്റെ കുടുംബത്തെ പോലെ മറ്റൊരു കുടുംബത്തിൽ പോയാൽ മനസ്സിലാകുമോ എന്ന് ചിന്തിക്കാറുണ്ട്. പങ്കാളി വേണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കിടയിൽ ഇട്ടാൽ 10ാമത്തെ ആളായി പുള്ളിക്കാരൻ വേണം. അല്ലാതെ എന്തിനാണ് അവിടെ പോകുന്നതൊക്കെ ചോദിച്ചാൽ പറ്റില്ല. വർക്കൗട്ട് ആകാതെ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് അനുശ്രീ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് അനുശ്രീയുടെ പുതിയ സിനിമ കഥ ഇന്നുവരെ റിലീസ് ചെയ്തത്. ബിജു മെൻമേതിൽ ദേവിക, നിഖില വിമൽ, ഹക്കിം, ഷാജഹാൻ, അനുമോഹൻ തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്തത്. അനുശ്രീയുടെ പുതിയ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.